താങ്ക് യു സോ മച്ച് ജിജിൻ ഫോർ അക്സെപ്റ്റിംഗ് മൈ റിക്വസ്റ്റ് ഫോർ ദ ഇന്റർവ്യൂ. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജിജിനാണ്. ജിജിൻ ഇപ്പോൾ ചൈനയിൽ സ്പേസ് വെതറിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജിജിന്റെ തേർഡ് ഇയർ ആണ് പി എച്ച് ഡിയിൽ. അപ്പം ജിജിൻ നമ്മളോട് ജിജിന്റെ പി എച്ച് ഡി ലൈഫ് എക്സ്പീരിയൻസ് നമ്മളോടൊന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ അഡ്മിഷൻ കിട്ടി, എന്നിട്ട് എങ്ങനെയാണ് അവിടുത്തെ റിസർച്ചും കാര്യങ്ങളൊക്കെ പോകുന്നത്, ലൈഫ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോടൊന്ന് ഷെയർ ചെയ്യും. അപ്പോൾ ജിജിൻ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഏഹ് ഞാൻ ജിജിൻ. ആഹ് ഞാൻ മാസ്റ്റേഴ്സ് ഫിസിക്സ് ആയിരുന്നു. അപ്പം കാര്യവട്ടം ക്യാമ്പസ് ആണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്പേസ് വെതറിന് പി എച്ച് ഡിക്ക് ശാന്തോം യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ശാന്തോം യൂണിവേഴ്സിറ്റിയുടെ വെയ്ഹായ് എന്ന് പറയുന്ന ക്യാമ്പസിലാണ് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ഉള്ളത്. അവിടെയാണ് ഞാൻ പി എച്ച് ഡി ചെയ്യുന്നത് ഇപ്പം കറൻലി. ഓ, ഓക്കെ, നൈസ്. അപ്പോ ഏത് ഫീൽഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? സ്പേസ് വെതറാണ് പറഞ്ഞു. എന്താണ് റിസർച്ച് ടോപ്പിക്കും കാര്യങ്ങളൊക്കെ എന്താ വരുന്നത്? അപ്പോൾ നമ്മൾ ഈ സ്പേസ് വെതർ കാരണമുള്ള ഡാമേജസ്, അത് ഗ്രൗണ്ട് ബോൺ ആയിട്ടുള്ളതും പിന്നെ സ്പേസ് ബോൺ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സാറ്റലൈറ്റ്സ്, പവർ ഗ്രിഡ്സ്, ഇതിനൊക്കെ ഈ സ്പേസ് വെതർ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സണ്ണിൽ നിന്ന് എപ്പോഴും പ്ലാസ്മ എമിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാസ്മയ്ക്ക് അതിൻ്റെതായ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഭൂമിക്ക് ഒരു ജിയോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇപ്പോൾ രണ്ട് ഫീൽഡുകളും കപ്പിൾ ചെയ്യുമ്പോൾ അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഭൂമിയിൽ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമായിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഈ ഓറോറാസ്, നമ്മൾ കാണുന്ന ഓറോറ ബൊറിയാലിസ് ഒരു എക്സാമ്പിളാണ്. പിന്നെ ഇതല്ലാതെ ഈ സ്പേസ് വെതർ വളരെ സിവിയർ ആവാൻ നേരത്ത് അത് നമ്മുടെ ഭൂമിയിലെ ജിയോ മാഗ്നറ്റിക് ഫീൽഡിനെ സിവിയറായിട്ട് ഡിസ്റ്റർബ് ചെയ്യുകയും ഭൂമിയിലുള്ള സ്ട്രക്ചേഴ്സ് ലൈക്ക് പവർ ഗ്രിഡ്സിനെയൊക്കെ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സാറ്റലൈറ്റ്സിന് ട്രാക്ക് ഉണ്ടായി സാറ്റലൈറ്റ്സ് ബേൺ ചെയ്യും. അങ്ങനെയുള്ള ഒത്തിരി ഫിനാൻഷ്യലായിട്ടുള്ള ലോസ് നമ്മുടെ മനുഷ്യനുണ്ടാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സിന് ഉണ്ടാവും. അപ്പോൾ അതാണ് പ്രൈമറിലി റിസർച്ചിൻ്റെ എയിം. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഫീൽഡിൽ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ് ക്യാരിങ്ടൺ ഇവൻ്റ് എന്ന് പറയും. ക്യാരിങ്ടൺ ഇവൻ്റ് ഒരു ഇപ്പോൾ ഒരു സെഞ്ചുറിയൊക്കെ 1800-കളിൽ ഉണ്ടായ ഒരു ഇവൻ്റാണ്. അപ്പോൾ അന്ന് ഇതുപോലെ സിവിയർ ആയിട്ടുള്ള സ്പേസ് വെതറിൽ നമ്മുടെ ഇന്ത്യയിൽ കൊളാബ എന്ന് പറഞ്ഞൊരു സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മാഗ്നറ്റോമീറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാഗ്നറ്റോമീറ്ററിൽ നമ്മൾ ഈ ഡാറ്റയൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്തുമാത്രം ഭൂമിയുടെ ഹൊറിസോണൽ കമ്പോണൻറ്റ് പത്രവായു എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ട് ചെയ്ത് അന്ന് ആ സ്റ്റോം റെക്കോർഡ് ചെയ്ത ടൈമിൽ തന്നെ അമേരിക്കയിലെ ടെലിഗ്രാഫ് ലൈൻസ് കത്തിപ്പോവുകയും പിന്നെ അതുപോലെ തന്നെ മുംബൈയിലുള്ള ആൾക്കാർക്ക് ഒറോറ കാണാൻ പറ്റുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്ര ലോ ലാറ്റിറ്റ്യൂഡ് വരെ ഈ ഒരു ഒറോറ എക്സ്പാൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത്. അപ്പോൾ അതുപോലൊരു ഇവന്റ് ഈ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ വളരെ വലിയൊരു ഫിനാൻഷ്യൽ ലോസ് നമ്മുടെ ഇന്നത്തെ ഇൻഫ്രാസ്ട്രക്ചറിന് ഉണ്ടാവും. അന്ന് 1800-കളിൽ അത്ര എസ്റ്റാബ്ലിഷ്ഡ് ഒന്നും ആയിരുന്നില്ലല്ലോ. പക്ഷെ ഇന്നാണെങ്കിൽ അതിന്റെ ഡാമേജ് അതെ. വളരെ വലുതായിരിക്കും. പിന്നെ പവർ ഗ്രിഡിനുണ്ടായ ഒരു ഡാമേജ് പറയുകയാണെങ്കിൽ അത് ക്യുബെക്ക് എന്ന് പറഞ്ഞൊരു ഇവന്റ് ആണ് നമ്മളെപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പം ഇന്ന് അന്ന് യു എസിലായിരുന്നു, ഇപ്പോൾ അത് കാനഡയിലാണ് ഈ ക്യുബെക്ക് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ പവർ ഗ്രിഡ് ഡാമേജ് ആയി. അപ്പോൾ അതെങ്ങനെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഭൂമിക്ക് കണ്ടക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റർബ് ആവുന്ന സമയത്ത് ഈ പറഞ്ഞ ഭൂമിയിൽ ജിയോ മാഗ്നറ്റിലേക്ക് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഈ കറണ്ടിന് ട്രാൻസ്ഫോമേഴ്സിൽ ഹിസ്റ്ററിസിസ് ലോഡ് ഉണ്ടാകാനും പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സ് കത്തിപ്പോകാനും കാരണമാവും. അപ്പം അങ്ങനെ പവർ ഗ്രിഡ് ഡാമേജ് ഉണ്ടാവും. പിന്നെ സാറ്റലൈറ്റ് എപ്പോഴും എല്ലാവരും കോമൺ ആയിട്ട് ഇപ്പം കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാറ്റലൈറ്റ്സിന് ഡ്രാഗ് സംഭവിക്കും. അപ്പോൾ സ്റ്റാർലിങ്കിന് ഓക്കെ. ഇത്ര സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ബേൺ ചെയ്ത് നശിച്ചു എന്നൊക്കെയുള്ള ന്യൂസുകൾ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റായിട്ട് ഈ ഒക്ടോബറിൽ ഒരു സ്റ്റോം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മാർച്ചിലൊരു സ്റ്റോം ഉണ്ടായിരുന്നു 2024. അപ്പോൾ 2024 സ്റ്റോമിൽ തന്നെ ഏകദേശം എത്രയാ 12ഓളം സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഒക്കെ ബേൺ ചെയ്ത് പോയായിരുന്നു. അപ്പോൾ അതൊക്കെ ന്യൂസിൽ വന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഫീൽഡിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓ, നൈസ്. കാരണം എനിക്ക് റിസർച്ചിനെ കുറിച്ച്, ഈ സ്പേസ് റിസർച്ചിനെ കുറിച്ച് അധികം ഒന്നും അറിയാത്തത് കൊണ്ട് എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓ, ഇനി അടുത്ത കാര്യം ചോദിക്കാനുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പി എച്ച് ഡി പൊസിഷൻ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ മാസ്റ്റേഴ്സിൽ ചെയ്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിക്കൽ സിങ്ക് കൊബാൾട്ട് ഫെറൈറ്റ് സ്ട്രോൺഷ്യൻ ഹെക്സാഫെറൈറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പോസിറ്റിന്റെ പ്രോപ്പർട്ടീസും അതിനെ ഒരു ഫെറൈറ്റ് റെസനേറ്റർ ആന്റിനെ ആക്കി മാറ്റുന്നതിന്റെ ഫാബ്രിക്കേഷനും പിന്നെ അതുപോലെ തന്നെ സിമുലേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതോട്ടൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് സ്പേസ് റിസർച്ച്. ഞാൻ ആ സമയത്ത് അതെ. പല സ്ഥലങ്ങളിൽ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്ലൈ ഉം. ചെയ്തപ്പം എല്ലാം അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മാറിയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഗൈഡ് യഥാർത്ഥത്തിൽ ഒരു മലയാളിയാണ്, ബാലൻ സാറ്.
സാറിന് ഒരു ബാലൻ എന്നാണ്. പുള്ളി വളരെ പയണിയർ ആണ്, എല്ലാവർക്കും ഈ ഫീൽഡിൽ അറിയാവുന്ന ഒരാളും കൂടാണ്. ആ സാറ് പല സ്ഥലത്ത് ഓക്കെ. വർക്ക് ചെയ്തിട്ടുണ്ട്. ഷെഫീൽഡ് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്തിട്ടുണ്ട്, ജപ്പാനിലുള്ള ക്യോട്ടോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നഗോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രോമിനൻ്റ് ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റിയിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. പുള്ളി അന്ന് ഈ പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു PhD സ്റ്റുഡൻറ്റിൻ്റെ പൊസിഷൻ വേക്കൻസി വന്ന് അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ സാറിങ്ങനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് മെയിൽ ഫോർവേഡ് ആയിട്ട് വന്നു. ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തു. അങ്ങനെയാണ് എത്തിയത്. അപ്പോൾ ആദ്യം വന്ന ഒരു ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കുമായിരുന്നു, അല്ലാതെ ചൈനയിലോട്ട് പോകണം അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. ആദ്യം ഏതാണോ വന്നത് അത് തിരഞ്ഞെടുക്കുക, സമയം കളയാതെ. അതായിരുന്നു ചെയ്തത്. അതെ. ഓക്കെ, നൈസ്. അപ്പൊ അവിടുത്തെ PhD ലൈഫ് എങ്ങനെയുണ്ട്? നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ സൂപ്പർവൈസറിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പറയും. എക്സ്പെൻസ് പറയുകയാണെങ്കിലും ഞാനിപ്പം യൂണിവേഴ്സിറ്റിയുടെ അകത്താണ് താമസിക്കുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ പുറത്താണ് താമസിക്കുന്നതെങ്കിൽ ഏകദേശം 3500 യുവാൻ ഒക്കെ ആവും ആവറേജ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ INR പറയുകയാണെങ്കിൽ 46,000 47,000 രൂപയാവും. അപ്പം പ്ലസ് നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 15,000 ഇടയിൽ നിൽക്കും ഒരു മാസത്തെ എക്സ്പെൻസ്. അപ്പോൾ നമ്മുടെ ബേസിക് ഉം. ആയിട്ടുള്ള കാര്യങ്ങൾ അക്കോമഡേഷനും ഫുഡും എന്തായാലും ഒരു 60,000 അത്രയാവും പുറത്ത് ഉം. താമസിക്കാൻ. അതെ. ഉം. ഏഹ് ഇപ്പോഴത്തെ റിസർച്ച് ലൈഫ് എങ്ങനെയുണ്ട് ചൈനയിൽ? ചൈന ലൈഫിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ വേറെ ആസ്ട്രോണമിയിലൊക്കെ ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോറിനേഴ്സൊക്കെ വേറെ രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രാൻസ്, കാനഡ, ഫിൻലാൻഡ്, അവിടെ നിന്ന് അങ്ങനെയുള്ള പല രാജ്യത്തുള്ള ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉം. എന്താ പറയണ്ടത്, അങ്ങനെ ഒരു ലോൺലിനെസ്സും കാര്യങ്ങളൊക്കെ കുറവാണ് കമ്പയറബിളി. പിന്നെ നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളും അതെ. ആണ്. അങ്ങനെ എന്റർടൈൻമെന്റും ഒക്കെ ഉണ്ട്. അതെ. ഏഹ് അപ്പൊ ഈ ഫണ്ടിങ്ങിന്റെ കാര്യം എങ്ങനെയാ? നമുക്ക് ഈ കോൺഫറൻസിന്റെ ഫണ്ടിങ് ഒക്കെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുമോ? എങ്ങനെയാണ്? കോൺഫറൻസ് അതിൻ്റെ നമ്മൾ സ്പെൻഡ് ചെയ്യും, അതിനുശേഷം അവർ റീഇംബേഴ്സ് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട്. ഞാനിപ്പം സിംഗപ്പൂർ ഉം. നടന്ന AUGSന് പോയിരുന്നു 2 മാസം ഉം. മുൻപ്. അപ്പോൾ അതൊക്കെ തന്നെ അവർ അതെ. കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അക്കോമഡേഷനും എല്ലാം അവർ കവർ ചെയ്യും. അപ്പോൾ ഇനി ഞാൻ പോകുന്നുണ്ട്, അടുത്ത മാസം ഞാൻ ഉം. ഒരു കോൺഫറൻസ് സ്പേസ് വെതർ സ്കൂളിന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 2 മാസം കഴിഞ്ഞ് പിന്നെയും പോകുന്നുണ്ട്. അപ്പോൾ അതും എല്ലാം കവർ ചെയ്യുന്നു. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. പിന്നെ റിസർച്ചിനാണെങ്കിലും നമുക്ക് വേണ്ട എക്യുപ്മെന്റ്സ്, പറഞ്ഞ കമ്പ്യൂട്ടർ, ഗ്രാഫിക് കാർഡ്സ്, അതെല്ലാം അവർ എടുത്ത് പറഞ്ഞാൽ മതി. ഫണ്ട് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ അവർ അതെല്ലാം ഉം, ആ, നമുക്ക് വേണ്ടി അവൈലബിൾ ആക്കി തരും അല്ലേ? അവിടെ. അതെ, പ്രൊവൈഡ് ചെയ്യും അല്ലേ? ഓക്കെ, നൈസ്. അപ്പോ ഈ ആ, ഇത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ സ്പേസ് വെതറില് PhD കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? സ്പേസ് വെതർ നമ്മളിപ്പം സയൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഡാറ്റ അനലൈസ് ചെയ്യുന്നത് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഡാറ്റ അനലൈസ് ചെയ്യുക, കമ്പ്യൂട്ടേഷൻ ചെയ്യുക, ന്യൂമറിക്കൽ അനാലിസിസ്, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ഇപ്പം ലാംഗ്വേജസ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പൈത്തണൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതല്ലാതെ മാത്ത് ലാബ്, പിന്നെ ഫോർട്രാൻ, C++, ഇതിനകത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാത്ത് ലാബൊക്കെ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ അതല്ലാതെ ഫോർട്രാൻ, C++, അങ്ങനെയുള്ള ലാംഗ്വേജസ് ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും. നമ്മൾ ഡാറ്റയെ പല രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഇപ്പം മെഷീൻ ലേണിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതിനകത്ത് ന്യൂറൽ നെറ്റ്വർക്ക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഉം. ടൂൾസ് യൂസ് ചെയ്താൽ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഇൻഡസ്ട്രിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ കോൺഫറൻസ് പോയപ്പോൾ സമയത്ത് തന്നെ പലരും ഞാനിപ്പോൾ ഫിസിക്സിൽ നിന്നാണ് വന്ന് PhD ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറേ ആൾക്കാർ ആൾറെഡി സ്പേസ് വെതറിൽ PhD ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പരിചയപ്പെട്ട ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് ഇൻഡസ്ട്രിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വളരെ പോസിബിൾ ആയിട്ടുള്ള ഇതുണ്ട്. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ ഇൻഡസ്ട്രിക്കും വേണം. ഈ പറഞ്ഞ രീതിയിൽ അതെ. എക്സ്പീരിയൻസ് വളരെ നീഷ എക്സ്പീരിയൻസ് ഒക്കെ വേണ്ട കാര്യങ്ങൾ പലപ്പോഴും അവിടെ ആവശ്യമുണ്ട്. ആ, അതെ, ശരിയാണ്. ഓ, എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, നമുക്കിപ്പം കേരളത്തിൽ നിന്ന് ഒരു സ്റ്റുഡന്റിന് സ്പേസ് റിസർച്ചിലേക്ക് PhD ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങണം എന്ന് താല്പര്യമുള്ള ഒരാള്, അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അഡ്വൈസ് എന്തായിരിക്കും? ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ടൈമിൽ PhD ചെയ്യണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ അന്ന് എൻ്റെ MSc പ്രോജക്റ്റിന് ശേഷമാണ് എനിക്ക് PhD ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ അന്ന് വിചാരിച്ചു പേപ്പറും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ഒരു പേപ്പറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് PhD പൊസിഷൻസ് കിട്ടും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഒന്നത് ഫീൽഡുമായിട്ട് ക്ലോസ് ആയിട്ട് അലൈൻഡ് ആയിട്ടുള്ള വർക്ക് ചെയ്തിരിക്കണം.
അതുപോലെ തന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ ടൂൾസൊക്കെ യൂസ് ചെയ്യാനുള്ള എക്സ്പെർട്ടീസ് ഉണ്ടെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവാണ്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൂഫാണ് പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ MSc പ്രോജക്റ്റ് അതുമായിട്ട് ക്ലോസ് ആയിട്ട് വരിക. പക്ഷെ അൺലൈക്ക് ഒരു മെറ്റീരിയൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്ന ഒരാളെ പോലെ അല്ല സ്പേസിലെ റിസർച്ച്. ഇത് വളരെ ഒരു നാരോ ആയിട്ടൊരു ഫീൽഡാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു അതെ. ആള് ഏതെങ്കിലും ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ഫണ്ട് എഴുതി എടുത്താലും അവർക്ക് ഒരിക്കലും അവരുടെ ഫീൽഡുമായിട്ട് അത്രയും അലൈൻഡ് ആയിട്ടൊരു PhD സ്റ്റുഡൻറ്റിനെ കിട്ടുന്ന വളരെ പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഉം. സ്വാഭാവികമായിട്ടും അവർ നോക്കുന്നത് ഈ പറഞ്ഞ പോലെ എക്സ്പെർട്ടീസ്, ഈ പറഞ്ഞ ടൂൾസൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആളാണോ, C++, ഫോർട്രാൻ, മാത്ലാബ് ഇങ്ങനെയുള്ള ലാംഗ്വേജസിനകത്തൊക്കെ പ്രൊഫഷൻസി ഉണ്ടോ, കമ്പ്യൂട്ടേഷൻ അനാലിസിസ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ ഏതെങ്കിലും ഇതുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വരുന്ന ഫീൽഡ് ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ വലിയ വലിയ ബിഗ് ഡാറ്റകൾ, വലിയ സൈസുള്ള ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും കമ്പ്യൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ്, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുവാണ്, നമ്മളതിനകത്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു PhD പൊസിഷൻ നേടിയെടുക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ. നൈസ്. ഓ, ഓക്കെ. സോ ജിജിൻ, അപ്പൊ നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഏകദേശം സ്റ്റാർട്ടിങ് മുതൽ ബാക്ക്ഗ്രൗണ്ട് മുതൽ നമ്മുടെ കറന്റ് റിസർച്ചും കാര്യങ്ങളും പറഞ്ഞു. അതിനുശേഷം ഫ്യൂച്ചർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള നമുക്ക് അഡ്വൈസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു സോ മച്ച് ജിജിൻ ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ് വിത്ത് അസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.